ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പെട്രോൾ അടിക്കാൻ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ പഴയ നാനോ കൊടുത്തായിരുന്നു. അതിനുശേഷം നമ്മൾ വേറൊരു വാഹനം വാങ്ങിയിട്ടുണ്ട്. അതാണ് ഈ വാഹനം. ഈ വാഹനത്തിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയ വാഹനം. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തോന്നുന്നത് നാനോ തന്നെ ആയിരിക്കുന്നു, പക്ഷെ ഇത് നാനോ അല്ല, നിയോ ആണ്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റുന്നത്. ഗ്രീൻ നമ്പർ പ്ലേറ്റും പിന്നെ നിയോയുടെ ഒരു ബാഡ്ജിങ്ങും കാണാം. അതുപോലെ തന്നെ ബാക്കിലും ഇതേ സെയിം സംഭവമുണ്ട്. നമ്പർ പ്ലേറ്റ് ഇവിടെ കാണാം, നിയോയുടെ ബാഡ്ജിങ് ഇവിടെ ഉണ്ട്. മറ്റ് പെട്രോൾ നാനോകളുമായി കമ്പയർ ചെയ്യുമ്പം ഈ രണ്ട് വ്യത്യാസം മാത്രമേ പുറത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. കോയമ്പത്തൂരിലുള്ള JM എന്ന് പറയുന്ന കമ്പനി ടാറ്റയിൽ നിന്ന് നാനോയുടെ ഷെല്ലുകൾ വാങ്ങി നിർമ്മിച്ച ഇലക്ട്രിക് വെഹിക്കിളാണ് നിയോ. അകത്തുനിന്ന് നോക്കുമ്പോഴുള്ള വ്യത്യാസം ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലാണ്. ഇത് പെട്രോൾ നാനോ ആയിട്ട് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഇത് ഇലക്ട്രിക് വെഹിക്കിൾ ആയതുകൊണ്ട് ഇതിന് ക്ലച്ച് ഇല്ല, ആക്സിലേറ്ററും ബ്രേക്കും മാത്രമേ ഉള്ളൂ. ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത് XM ഓട്ടോമാറ്റിക് വേരിയന്റിലാണ്. അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക് നാനോയുടെ ഒരു ഗിയർ സിസ്റ്റം ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗിയർ സിസ്റ്റം എന്ന് പറയാം. ഇത് റിവേഴ്സ്, ഇത് ന്യൂട്രൽ, ഇത് ഡ്രൈവ് മോഡ്. ഈ A എന്ന് എഴുതിയേക്കുന്നുണ്ടോ ഡ്രൈവ് മോഡ്. പിന്നെ ഇങ്ങോട്ടൊരു സ്പോർട്സ് മോഡ് ഉണ്ട്. അതിൽ അത്യാവശ്യം ടോർക്ക് ഉള്ളതുകൊണ്ട് നല്ല കയറ്റങ്ങളൊക്കെ, അത്യാവശ്യം വലിയ കയറ്റങ്ങളൊക്കെ ഈ വാഹനം കയറിപ്പോകും. പിന്നെ ഇതിൽ വരുന്ന മാനുവൽ പ്ലസ് മൈനസ് ആ ഒരു ഷിഫ്റ്റിംഗ് ഇതിലില്ല, അത് പെട്രോൾ നാനോടെയാണ്. പിന്നെ ഇതിൽ ഹീറ്റിൻ്റെ ഒരു ഫംഗ്ഷൻ ഇല്ല, അത് പെട്രോൾ നാനോയിൽ മാത്രമേ ഉള്ളൂ. 17.7 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് ഈ വാഹനത്തിൽ വരുന്നത്. അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഫ്രണ്ടിലെ 2 സീറ്റിൻ്റെ അടിയിലായിട്ടാണ്. ഇതിൻ്റെ അകത്താണ്. ഈ നീളത്തിൽ കാണുന്നുണ്ടോ, ഇതൊരു ഫാനാണ് കേട്ടോ. ബാറ്ററി സിസ്റ്റം തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. 2 സൈഡിലുണ്ട്. ഇത് തായ്വാൻ്റെ ആണ് കേട്ടോ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രിക് സിസ്റ്റം ഒക്കെ നല്ല ക്വാളിറ്റിയുള്ളതാണ്. പിന്നെ വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി വ്യത്യാസം വരുന്നത് ബോണറ്റിൻ്റെ അകത്താണ് കേട്ടോ. ബോണറ്റ് ഓപ്പൺ ചെയ്യുമ്പം നമുക്കിവിടെ ഒരു ചാർജിങ് പോർട്ട് കാണാം. ഇത് AC കറണ്ട് ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. വീടുകളിലും അതുപോലെ തന്നെ KSEBിയുടെ പോസ്റ്റുകളിൽ നിന്നൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോർട്ട് വരുന്നത്. ഇതാണ് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ പോർട്ട്. ഈ സൈഡിൽ നിന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ ഇത് ഓപ്പൺ ആവും. ഇതിൽ GBT എന്ന് പറയുന്ന ഗൺ ഉപയോഗിച്ചാണ് ഫാസ്റ്റ് ചാർജിങ് ചെയ്യുന്നത്. അത് KSEBിയുടെ ചാർജിങ് സ്റ്റേഷനുകളിലൊക്കെയാണ് ഉള്ളത്. കേരളത്തിൽ ഏകദേശം ഒരു 64 ഉണ്ടാവും, പക്ഷേ എല്ലാം ഒന്നും വർക്കിംഗ് അല്ല. പിന്നെ ഇപ്പം വരുന്ന വാഹനങ്ങളിലൊക്കെ CCS എന്ന് പറയുന്ന പുതിയ ഗണ്ണാണ് വരുന്നത്. അതാണ് ഇപ്പം കൂടുതലായിട്ടും അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഈ വാഹനത്തിന് ഒരു 12 വോൾട്ടിൻ്റെ ബാറ്ററി വരുന്നുണ്ട്. അതാണ് ഈ ഇരിക്കുന്നത്. ഈ ബാറ്ററി ഉണ്ടെങ്കിൽ മാത്രമേ ഈ വാഹനം ഓൺ ആവത്തുള്ളൂ. പിന്നെ ഇതിന് ജാക്കി ഇരിക്കുന്ന ഇവിടെയാണ് കേട്ടോ, ഫ്രണ്ടിലാണ്. സ്റ്റെപ്പിനി ടയർ ഇവിടെയാണ് വരുന്നത്, ടയർ ഇപ്പോൾ ഇതിലില്ല. പിന്നെ ഇത് ബ്രേക്കിൻ്റെ വാക്വം പമ്പാണ് കേട്ടോ. ഇത് മെയ്ഡ് ഇൻ ജർമ്മനിയാണ്. ഈ ഒരു 12 വോൾട്ടിൻ്റെ ബാറ്ററി ഇവിടെ ഇരിക്കുന്നത് ഒരു നെഗറ്റീവായിട്ടാണ് നമുക്ക് പറയാം. കാരണം ഫ്രണ്ടിൽ നിന്നൊരു ഇടിയൊക്കെ വരികയാണെങ്കിൽ നമുക്കതത്ര സേഫ്റ്റി ആയിരിക്കില്ല ബാറ്ററി ഇവിടെ ഇരിക്കുന്നത്. ഈ ഒരു സ്വിച്ച് നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് എല്ലാ വാഹനത്തിലും കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇലക്ട്രിക് അല്ല, അല്ലാത്ത വാഹനങ്ങളിലും കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് എമർജൻസി ആയിട്ട് ബാറ്ററി ഒന്ന് ഡിസ്കണക്ട് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നോബ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഈ ബാറ്ററി ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും. ഈ ബാറ്ററിയിൽ നിന്നുള്ള നെഗറ്റീവ് ടെർമിനൽ ഇതിൽ വന്നിട്ട് ഇവിടെ വരുന്നുണ്ട്. അതിനുശേഷം ഇത് ഇവിടുന്ന് ബോഡിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ഈ നോബ് ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് ഇവിടെ കട്ട് ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. എമർജൻസി ആയിട്ട് പെട്ടെന്നൊന്ന് ബാറ്ററി ഡിസ്കണക്ട് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് സ്പാനറൊക്കെ എടുത്ത് ഈ ബാറ്ററിയൊക്കെ ഊരണമെന്ന് പറഞ്ഞാൽ ഭയങ്കര താമസമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്വിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കത് ഉപകാരപ്പെടും. ഇതല്ലെങ്കിൽ DC MCB വാങ്ങി ഫിറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നതിൻ്റെ വേറൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ വാഹനം റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു നോബ് ഇങ്ങനെ തിരിച്ചതിന് ശേഷം നമ്മൾ കീ ഓണാക്കുക. കീ ഓണാക്കുന്ന സമയത്ത് ഇത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഓൺ ആയിരിക്കും. അതിനുശേഷം നമ്മൾ ബ്രേക്ക് ചവിട്ടി പിടിക്കുക. കീ ചവിട്ടി പിടിച്ചുകൊണ്ട് തന്നെ കീ ഓഫ് ആക്കുക. വീണ്ടും ഒന്നും കൂടെ ഓൺ ആക്കുക. ഓണാക്കുന്ന സമയത്ത് ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തെളിയത്തില്ല.
ഈ സമയത്ത് ഇത് വാഹനം റീസെറ്റ് ആവും. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് ഈ നോബ് ഒന്ന് തിരിച്ച് പഴയതുപോലെ ആക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ വാഹനം റീസെറ്റ് ആയിട്ടുണ്ട്. ചില സോഫ്റ്റ്വെയറുകൾ ഇഷ്യൂസൊക്കെ വരുമ്പോൾ നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഈ വാഹനത്തിൽ എക്സ്ട്രാ ചെയ്ത വർക്കുകൾ, ഈ ബമ്പർ പെയിൻ്റ് അടിച്ച് എക്സ്ട്രാ ചെയ്താണ്. പിന്നെ ഈ ഒരു ഫോഗ് ലാമ്പ് വെച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ സീറ്റ് കവർ, മ്യൂസിക് സിസ്റ്റം എക്സ്ട്രാ ചെയ്തതാണ്. പിന്നെ ഈ വാഹനത്തിന് പവർ വിൻഡോ ഇല്ല കേട്ടോ. നമ്മുടെ പഴയ നാനോയ്ക്ക് ഫ്രണ്ടിൽ 2 പവർ വിൻഡോ ഉണ്ടായിരുന്നു, ഇതിന് പവർ വിൻഡോ ഇല്ല. അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക് ഇല്ല കേട്ടോ. പിന്നെ നാനോയുടെ സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റാത്തൊരു സീറ്റാണ്. അത് നമ്മൾ ഫോൾഡ് ചെയ്യാവുന്ന ഒരു രീതിയിൽ തന്നെ ആക്കിയിട്ടുണ്ട്. ഈ ഒരു സെറ്റപ്പിലേക്ക് വരെ നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ചാർജ് ചെയ്യാനുള്ള ഒരു കേബിള്. ഇത് ചാർജർ അല്ല, ഇത് ചാർജ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ആണിത്. ഇലക്ട്ര ഇവിടെയാണ് കേട്ടോ. ഇത് 16 ആംപിയറിൻ്റെ അല്ലെങ്കിൽ 15 ആംപിയറിൻ്റെ സോക്കറ്റിൽ നിന്ന് നമുക്ക് AC ചാർജ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ആ ഫ്രണ്ടിൽ കണ്ട ചാർജിങ് പോർട്ടിലേക്ക് കുത്തുകയാണ് ചെയ്യുന്നത്. ഇത് ചാർജിങ് ഒരു പ്രൊട്ടക്ഷൻ യൂണിറ്റ് മാത്രമേ ഉള്ളൂ ഈ ചതുരത്തിൽ കാണുന്ന ബോക്സ്. ഇത് നമ്മുടെ പഴയ നാനോയിലിരുന്ന സബ്ബാണ്, ഇത് ഇതിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ചാർജറും കൺട്രോൾ യൂണിറ്റൊക്കെ വരുന്നത് ഇതിൻ്റെ അടിയിലാണ്. അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് ഈ വാഹനത്തിൻ്റെ ബാക്ക് വശത്തായിട്ടുള്ള കുറച്ച് കൺട്രോൾ യൂണിറ്റുകളാണ്. ഇത് മോട്ടോർ കൺട്രോൾ യൂണിറ്റാണ്. ഇത് വെഹിക്കിൾ കൺട്രോൾ യൂണിറ്റാണ്. കുറച്ച് ഫ്യൂസുകൾ ഇവിടെ വരുന്നുണ്ട്. ഇത് മോട്ടറിലേക്ക് പോകുന്ന കണക്ഷൻസാണ് കേട്ടോ, ഈ 3 പിന്നെ ഇത് ബാറ്ററിയിലേക്ക് പോകുന്നതാണ്. ഇത് AC ചാർജറിൻ്റെ കൺട്രോൾ യൂണിറ്റാണ്. നിയോ EVയുടെ മോട്ടറാണിത്. കിർലോസ്കറിൻ്റെ ആണ് കേട്ടോ ഈ മോട്ടർ. ഇതിൻ്റെ ACയുടെ കംപ്രസർ കാണിച്ചു തരാമേ. ഇതാണ് ACയുടെ കംപ്രസർ. ഇത് കൺട്രോൾ യൂണിറ്റിൻ്റെ അടിയിലുള്ള ഫാനുകളാണ്. 1, 2, പിന്നെ ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട്. ACയുടെ സ്വിച്ചാണിത്. ഈ AC ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയാലും ഇതിൻ്റെ കംപ്രസർ ഓൺ ആവണമെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് കഴിഞ്ഞാലാണ് കേട്ടോ ഓൺ ആവുള്ളൂ. മറ്റ് പെട്രോൾ വണ്ടികളൊക്കെ ഓൺ ആവുന്ന പോലെ അന്നേരം തന്നെ കൂളിംഗ് കിട്ടത്തില്ല. 1 മിനിറ്റ് കഴിഞ്ഞാലാണ് ഇതിൻ്റെ കംപ്രസർ ഓൺ ആവത്തുള്ളൂ. അങ്ങനെയാണ് നിയോയിലെ ഒരു സെറ്റിങ്. ഈ വാഹനം DC ഫാസ്റ്റ് ചാർജിങ് ചെയ്യുന്ന സമയത്ത് 0യിൽ നിന്ന് ഫുൾ ആവാൻ 1.5 മണിക്കൂർ എടുക്കും. അതുപോലെ തന്നെ സ്ലോ ചാർജിങ് ചെയ്യുന്ന സമയത്ത് 7-8 മണിക്കൂർ വേണ്ടി വരും 0യിൽ നിന്ന് ഫുൾ ആവാൻ. ഇതിൻ്റെ മൈലേജ് കമ്പനി പറയുന്നത് ഫുൾ ചാർജിൽ 164 കിലോമീറ്റർ ആണ്. നിരപ്പായ റോഡിലൂടെ ഒരു 40-50 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിച്ചാൽ ഏകദേശം ഒരു 140-നും 160-നും ഇടയ്ക്കുള്ളൊരു മൈലേജ് ലഭിക്കും. കയറ്റമാണെങ്കിൽ നമുക്ക് മൈലേജ് അതിനനുസരിച്ച് കുറയും. ഇറക്കത്തിൽ നമ്മൾ ആക്സിലേറ്ററിൽ കാല് കൊടുക്കാതെ സഞ്ചരിക്കുകയാണെങ്കിൽ റീജനറേഷൻ വഴി ബാറ്ററിയിലേക്ക് തിരിച്ച് ചാർജ് കയറും. റീജനറേഷൻ കൊണ്ടുള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഈ സ്ഥലം എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ.
അപ്പോൾ ഈ ഒരു വാഹനം വാങ്ങാൻ വേണ്ടി ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു. ഇപ്പോഴാണ് അത് വാങ്ങിക്കാൻ പറ്റിയത്. ഇതിന്റെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. അറിയാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.